ഹായ്, ഞാൻ ഐശ്വര്യ. സിമ്പിൾ റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കടായി പനീറിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? നമുക്ക് നോക്കിയിട്ട് വരാം. കടായി പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്, മസാല ഫ്ലേവറാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് കടായി മസാല തയ്യാറാക്കണം. അപ്പം ഇതുപോലെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 3 വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെയാണ് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക, 1-2 ഗ്രാമ്പൂ ഇവയും കൂടി ചേർക്കാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഇങ്ങനെ എന്താ പറയുക ജീരകപ്പൊടി അങ്ങനെ ചേർക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള ഫ്രഷ് മസാല എടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇതങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഒരു മണമാണ് വരിക. അപ്പോൾ ആ ഫ്രഷ്ലി ഗ്രൈൻഡഡ് മസാലയുടെ ഒരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. അത് കറിയുടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് മാറ്റി വെക്കും. തണുത്ത ശേഷമാണെങ്കിൽ പൊടിച്ചെടുക്കും. നമ്മൾ ആദ്യമേ ഒരു 2-3 കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ മസാല പൊടിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു ട്രാൻസ്ലൂസൻ കളറാക്കണം. അപ്പോൾ അതിലേക്കാണെങ്കിൽ ഒരു സവോള, ഒരു ടൊമാറ്റോ, ഒരു 2 പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ആണെങ്കിൽ ഒരു 3/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഹീറ്റായാൽ മതി. അപ്പോൾ അതിനുശേഷം ഇതും അങ്ങോട്ട് വഴറ്റി മാറ്റി വെക്കുക. ഇത്രയൊക്കെ മതി. ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മുടെ ആ സ്റ്റെപ്പ് ജോലിയും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലൈറ്റായിട്ടൊന്ന് പനീർ ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ആക്കരുത്, കാരണം ഒത്തിരി ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീർ ഭയങ്കര ഹാർഡായിപ്പോൾ. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല തയ്യാറാക്കുക മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമേ ഈ മസാലയൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചേക്കുന്നു. കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ആയതുകൊണ്ടാണ് ഞാനത് ഫാസ്റ്റാക്കി വെച്ചേക്കുന്നത്. വെറുതെ നിങ്ങളുടെ ടൈമും കൂടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ടൊമാറ്റോ റൈസ്, ജീര റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കടായി പനീർ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പം ഇത്രയുമൊക്കെ പനീർ ബ്രൗൺ ആയാൽ മതി. ഇനി നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കടായി, ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ അതിലേക്കാണെങ്കിൽ ഒരു വലിയ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പറയുമ്പം വെളുത്തുള്ളി ഒരു 4-5 എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പം ഇത് ഒരുപാട് അങ്ങ് എന്താ പറയുക മൂത്ത് പോകേണ്ട, ബട്ടറും ഒരുപാടാകേണ്ട. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഒന്നുകിലും മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുത്ത് ചേർക്കാം, ഇല്ലെങ്കിലാണെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തും ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സവോളയൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് കളറൊന്നും മാറേണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ മാറിയാൽ മതി, അല്ല നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളി മൂക്കാൻ വേണ്ടി നമ്മളെല്ലാ കറിയിലും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഈ ഏകദേശം ഒരു കളറ് മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കാണെങ്കിൽ ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടായി മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മസാല എപ്പോഴും ആണെങ്കിൽ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ തണുത്ത ശേഷം മാത്രമേ മിക്സിയുടെ ബൗളിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. അപ്പം ആ മസാലയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിയൊക്കെയാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യത, കാരണം അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ കടായി മസാല ചേർത്ത് കൊടുത്തു. ഞാൻ പൊടിച്ചു വെച്ചതിൽ 3/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ. എന്നാലും ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കണം എന്നാണ്
ഉള്ളത്. നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്നത് ഈ കറിക്ക് വളരെ എന്താ പറയേണ്ടത് അത്രയും ആവശ്യമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബേ ലീഫ് എണ്ണയിലിട്ട് ആദ്യമേ തന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. എനിക്ക് അങ്ങനെ എണ്ണയിലിട്ട് മൂക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. അപ്പം ഇതിലേക്കാണെങ്കിൽ ഞാൻ അത്യാവശ്യം എരിയുള്ള മുളക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരി അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ നമ്മൾ കറിയിൽ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ ആണെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഞാനിവിടെ പ്യൂരി ആയിട്ടാണ് ചേർക്കുന്നത്. 2 ടൊമാറ്റോയുടെ പ്യൂരിയാണ് ചേർക്കുന്നത്. കാരണം കറിയിൽ നമ്മൾ 1 സവോളയാണ് യൂസ് ചെയ്യുന്നത്. എത്ര സവോള യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി വേണം ടൊമാറ്റോ എപ്പോഴും യൂസ് ചെയ്യാൻ. അപ്പോൾ 1 സവോള എടുത്തതുകൊണ്ട് നമുക്ക് 2 ടൊമാറ്റോ ഈ കറിയിലേക്ക് ചേർക്കാം. ഇനിയാണെങ്കിൽ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം കണ്ടോ എണ്ണയൊക്കെ ഏകദേശം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എനിക്ക് ഒരല്പം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടി വേവിക്കുക. അപ്പോൾ ഇതാ കണ്ടോ, അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി കറക്റ്റ് പാകമായിട്ടുണ്ട്. കറക്റ്റ് ഉപ്പും അതുപോലെ തന്നെ എരിയും എല്ലാം വളരെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പനീറും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, മസാല എല്ലാ ഭാഗത്തും പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല, നല്ലൊരു കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. അത് ആ ടൊമാറ്റോയും ക്യാപ്സിക്കത്തിൻ്റെ ഗ്രീൻ കളറും വൈറ്റും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റോ 5 മിനിറ്റോ അടച്ചു വെക്കാം. എന്നാൽ ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ട സമയം അതിന് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്ത ശേഷമാണ് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ഒരു 1-2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. കസ്തൂരി മേത്തി ഇത് ജസ്റ്റ് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവ ചീര എന്ന് പറയും, അത് ഉണങ്ങി പൊടിച്ചാണ് ഈ കസ്തൂരി മേത്തി. നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ആണെങ്കിലും ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പറയുന്ന 2 സ്റ്റെപ്പുകളും അതുപോലെ ക്രീമും ബട്ടറും ചേർക്കുന്ന ഓപ്ഷണലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. എനിക്കവിടെ കുറച്ചുകൂടി തിക്ക്, അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ബട്ടറും എന്താ പറയുക ക്രീമും ഒരു പ്രാവശ്യം ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തുറന്ന് കാണിക്കട്ടെ. നിങ്ങളുടെ കറി കണ്ടോ, എണ്ണയൊക്കെ സൈഡിൽ നന്നായിട്ട് തെളിഞ്ഞ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിലൊക്കെ പോകുമ്പം ഇതേ കളറിൽ തിക്കായിട്ടുള്ളൊരു കടായി പനീറല്ലേ നമുക്ക് കിട്ടുന്നത്. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കും. നിങ്ങളിതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ അടുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. പനീറിൻ്റെ പീസസ് ഒന്നും ഉടഞ്ഞിട്ടില്ല, എന്നാലാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും ആണെങ്കിൽ നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ടില്ല. ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാണെങ്കിൽ ഒന്ന് സർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ കടായി പനീർ ഇവിടെ റെഡിയായി. ഞാനതാണെങ്കിൽ വേറൊരു കടായിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇതിൽ നിന്ന് ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ടേസ്റ്റായിട്ട് തോന്നാറില്ല. അപ്പം ഉണ്ടാക്കി നമ്മൾ അതേപോലെ തന്നെ ചൂടായിട്ട് കഴിക്കുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.